ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്പിൾ ഐ പോഡ്കാസ്റ്റ് സീരീസ് വിത്ത് എൻ എക്സ്പേർട്ട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഫിനാൻസ് എഡ്യൂക്കേഷൻ രംഗത്തെ ഒരു സ്റ്റോൾവാർട്ടാണ്. അതായത് കേരളത്തിൻ്റെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓർഗനൈസേഷനിലൊന്നിൻ്റെ ഒരു ഹെഡ് പൊസിഷൻ ഇരിക്കുന്ന വ്യക്തി. മേ ബി കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ഇന്ത്യയിലെ വലിയ കമ്പനികളൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബട്ട് ദിസ് പേഴ്സൺ ഇസ് റിയലി സ്പെഷ്യൽ. എഡുറൈറ്റ് CIMA പോലുള്ള ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം ഇപ്പോൾ കറൻ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിൻ്റെ ഡയറക്ടർ ഓഫ് ഗ്രോത്ത് എന്ന പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റാരുമല്ല, ലെറ്റ്സ് ടോക്ക് ടു മിസ്റ്റർ ഫെനിൽ വടക്കൻ. നമ്മൾ IMAയിൽ പറയുന്നൊരിതുണ്ട്, CMA സർട്ടിഫിക്കേഷനിൽ പറയുന്നൊരു കാര്യമുണ്ട്. 3 levels are tested. One is knowledge and comprehension, application and analysis, and synthesis and evaluation. പല കമ്പനീസും പറയുന്ന ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന 10% ആൾക്കാർക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് പറയുന്നു. But it is not because there is no jobs. CMA is known as one of the most reputed certification or most sought after certification in India. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലോട്ട് അല്ലെങ്കിൽ കൊമേഴ്സ് മേഖലയ്ക്ക് പോകുന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മേ ബി അവർ കണ്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് ഈ ഒരു കഴിഞ്ഞൊരു 15 minutes അല്ലെങ്കിൽ 10 minutes സാറ് പറഞ്ഞ ആ കാര്യത്തിൻ്റെ ജിസ്റ്റിലുണ്ട് ആ കാര്യം. CMA എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിൽ കേൾക്കുന്നത് 2 എക്സാമേ ഉള്ളൂ, പെട്ടെന്ന് പാസ്സാവാം അല്ലേ. ഇതാണ് നമ്മൾ പലവർക്കും CMAയിലോട്ട് വരാനുള്ള ഒരു റീസൺ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ദ യൂഷ്വലി ദിസ് സ്ലൈഡ് എൻഡ് വിത്ത് ദാറ്റ്. സർ, ബിക്കോസ് ഓഫ് യു ഐ ആം ഹിയർ റൈറ്റ് നൗ ആൻഡ് ദിസ് ഓവ്സ് ടു യു. ഹായ് സർ. ഹായ്, നൈസ് മീറ്റിംഗ് യു. നൈസ് മീറ്റിംഗ് ടു യു ടു. സാറിൻ്റെ ഒരു കരിയർ നോക്കുന്ന സമയത്ത് പാലക്കാട് എന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് ചെറുതുരുത്തിൽ നിന്ന് തുടങ്ങുന്നു. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൻ്റെ ഒരു കീ പൊസിഷൻ, ഡയറക്ടർ ഓഫ് ഗ്രോത്ത് എന്ന പേരുള്ള പൊസിഷനിലുള്ള ആ ജേണി ഒന്ന് പറയുമോ? ലൈക്ക് ഹൗ യു സ്റ്റാർട്ടഡ്, എന്താണ് എഡ്യൂക്കേഷൻ, എവിടെയാണ് സ്ഥലം, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത്? സോ ആ ജേണി. Oh, that is interesting. After a long time asking me to go back. Yes, I'm from ചെറുതുരുത്തി, തൃശ്ശൂർ ജില്ലയുടെ അറ്റമാണ്. അന്ന് പഠിച്ചത് പറഞ്ഞ പോലെ പാലക്കാടിലാണ്. ഞങ്ങളൊരു ബ്രിഡ്ജിൻ്റെ വ്യത്യാസത്തിലാണ് 2 ജില്ലകളുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ 10th ക്ലാസ് വരെ ചെയ്തിരിക്കുന്നത് KVR എന്ന് പറയുന്ന സ്കൂളാണ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്കൂൾസ് ഇൻ ഷൊർണൂർ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിലാണ് ചെയ്തത്. Then there was a gap where I went for a special area where I want to focus on. Then came back and done my graduation, and immediately graduation കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് UK-ലോട്ട് പറഞ്ഞ പോലെ UK-ലോട്ട് പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ ഒരു കൊല്ലത്തെ വോളണ്ടിയർ വിസ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. സോ യു നീഡ് ടു വർക്ക് വിത്ത് എ സ്പെഷ്യൽ നീഡഡ് സ്കൂൾ ആസ് എ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻറ്റ്. So we were around 6 people that year got selected from India, and lucky to be say that ഞാനായിരുന്നു കേരളത്തിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ 2 പേര് മുംബൈ, പിന്നെ 3 പേര് കൊൽക്കട്ടയിൽ നിന്നായിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരു കൊല്ലം ഞാൻ UK-യിൽ വർക്ക് ചെയ്തു. ദാറ്റ് ഗിവ്സ് യു എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. അതൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനും എങ്ങനെയാണ് ഒരു ഗ്ലോബൽ ലെവലിൽ ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഹൗ യു നീഡ് ടു വർക്ക് ടുഗെദർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതൊന്ന് പഠിക്കാൻ കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഐ വാസ് ഓൾസോ ലുക്കിംഗ് അറ്റ് സ്റ്റേയിങ് ബാക്ക്. ദെൻ ഐ റിയലൈസ് നോ, ഐ വാണ്ട് ടു കം ബാക്ക് ടു ഇന്ത്യ. ഞാൻ ഇവിടെ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ താല്പര്യമെന്ന് തോന്നി. ഐ വാണ്ട് ടു ബി ഇൻ ഇന്ത്യ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. തിരിച്ചു വന്നു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് MBA ക്രൈസ്റ്റിലെ എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം വിത്ത് ക്രൈസ്റ്റ് ആൻഡ് പോണ്ടിച്ചേരി ട്യൂണിംഗ് യൂണിവേഴ്സിറ്റി ആയിട്ടായിരുന്നു ചെയ്തത്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു കരിയർ ഫിനാൻഷ്യൽ സെക്ടറിലാണ് ഞാൻ തുടങ്ങിയത്. ഐ വാസ് സ്റ്റാർട്ടഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. പിന്നെ ഒരു 13 മാസമാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. മൂഡ് ആസ് എ ടീം ലീഡർ ആൻഡ് വാസ് റണ്ണിങ് എ സ്പെസിഫിക് ഡിവിഷൻ. അങ്ങനെയായിരുന്നു അവിടെ. സോ മേ ബി ഐ ക്യാൻ സേ ഒഫീഷ്യലി എ ലോങ്ങർ ടേം വാസ് വിത്ത് ഇന്ത്യ ഇൻഫോലൈൻ. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാലം ഒരു ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടൊരു സ്കൂളിൽ, സെൻറ്റ് തെരേസസ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി ദ ഫസ്റ്റ് മെയിൽ ടീച്ചർ ദേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് നേരെ ബാംഗ്ലൂർ വന്നു. ഞാൻ ഇന്ത്യ ഇൻഫോലൈനിൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഐ വാസ് ആക്ച്വലി തിങ്കിങ് അബൌട്ട് വാട്ട് ഐ നീഡ് ടു ഡു. അപ്പോൾ പലപ്പോഴും നമുക്ക് ജോലിക്ക് കയറുക എന്നുള്ളത് ഒരു പ്രത്യേക കാര്യം. ഞാൻ ഈ അടുത്ത് ലിങ്ക്ഡിനിൽ അത് പറഞ്ഞിരുന്നു. ഞാൻ ബാംഗ്ലൂർ വന്ന് എൻ്റെ ആദ്യത്തെ ജോബ് ഞാൻ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി ഇൻ്റർവ്യൂസിന് പോയി. അവിടെയെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ജോബ്സ് വിച്ച് ഈസ് ദാറ്റ് ടൈം ഇൻ ടു കോൾ സെൻറ്റേഴ്സ്. ആ സമയത്ത് ഞാൻ അവിടെയാണ് സത്യം പറഞ്ഞ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മോസ്റ്റ് ഓഫ്
them rejected me because of MTI, mother tongue influence. പക്ഷെ ഞാനന്ന് ആ സമയത്ത് കുറച്ച് ചലഞ്ച്ഡ് ആയിരുന്നെങ്കിലും പക്ഷേ എനിക്കത് പിന്നീടൊരു കാര്യം മനസ്സിലായി, ദാറ്റ് വാസ് നോട്ട് മൈ റൂട്ട്. ആൻഡ് ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഏരിയ തന്നെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ബിസിനസ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊഫൈലിലോട്ട് കൂടുതലായിട്ട് കയറി വന്നത്. ആൻഡ് then I realized that is my passion and that is where I want to go എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. ഞാൻ ആ സമയത്ത് ഒത്തിരി കമ്പനീസ് ഞാൻ അധികം കാലം നിന്നിട്ടില്ല. ആസ് എ യങ്സ്റ്റർ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ജമ്പ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കമ്പനിയിൽ, അതിൻ്റെ പേര് AIT അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞു അന്നത്തെ കാലത്ത് എഡുറൈറ്റ്, ഇന്ന് മണിപ്പാൽ, അത് കഴിഞ്ഞ് മണിപ്പാൽ K12, അത് കഴിഞ്ഞ് അത് പിയേഴ്സൺ ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നത്. ആ ഒരു കമ്പനിയിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ബോഡിയിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഹാപ്പി ടു സേ ദാറ്റ് ആ സമയത്ത് അന്ന് സെലക്ട് ചെയ്യപ്പെട്ടതിൽ റീജിയണൽ ലെവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 2 പേരിൽ ഒരാളായിരുന്നു ഞാൻ. ആൻഡ് ഐ ഹാഡ് മൈ ഇൻ്റർവ്യൂ വിത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്കങ്ങനെ വേറൊരു പ്രൊഫഷണൽ ബോഡിയായ CIMA ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരു 6 വർഷം, ദാറ്റ് വാസ് അനദർ ടേണിംഗ് പോയിൻറ്റ് ഫോർ മീ. ലൈക്ക് എങ്ങനെയാണ് നമുക്ക് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് ഞാൻ പറയും എന്നെ പഠിപ്പിച്ചതിൽ ഏറ്റവും ഫസ്റ്റ് ഒരു പാർട്ട് നടത്തിയത് CIMA എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനാണ്. ആൻഡ് ഞാൻ പറയും വെരി ഹാപ്പി ടു സേ ആഫ്റ്റർ 6 years I worked with CIMA for 6 years. ഈ 6 വർഷത്തിൻ്റെ നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ അന്ന് ഓൾമോസ്റ്റ് 46% ഓഫ് ഇന്ത്യാസ് നമ്പേഴ്സ് ആ സമയത്ത് വന്നിരുന്നത്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്തിരുന്നത് എന്ന് സൗത്ത് ഇന്ത്യ എന്നായിരുന്നു. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു അടുത്തൊരു മൂവ് എന്ന് പറയുന്നത് ഒരു റീജിയണൽ ലെവലിൽ നിന്ന് ഒരു നാഷണൽ ലെവലിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് Miles Education, one of the biggest players that time for CPA and CMA. അപ്പോൾ അവരുടെ അസോസിയേറ്റ് വൈസ് പ്രസിഡൻ്റായി പാൻ ഇന്ത്യ അക്കൗണ്ട്, യൂണിവേഴ്സിറ്റി, വി കോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻ, ആ ഒരു സെക്ടറും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത്. ഒരു ലെസ് ദാൻ 100 നമ്പർ, ഞാൻ വരുന്ന ആ കൊല്ലം ഒരു ലെസ് ദാൻ 100 ഒരു സമയത്തുനിന്ന് 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്കതിനെ ഒരു 1000 ബെഞ്ച് മാർക്കിങ്ങിലോട്ട് അത്രയധികം കാൻഡിഡേറ്റ്സ് CMAയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്, അറൗണ്ട് 25 യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. അവരാണ് ആ സമയത്ത് ഈ നമ്മൾ ഇപ്പോൾ നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ആഡ് ഓൺ പ്രോഗ്രാം വിത്ത് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ബോഡിയിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത് CIMA ആയിരുന്നു. അത് ആദ്യമായിട്ട് ചെയ്തത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അത് കഴിഞ്ഞ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി, ഈ 2 യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഭാഗമാകാൻ, അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു ഭാഗമാവാൻ അന്ന് എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ തന്നെ പാർട്ട്നേഴ്സായിട്ടുള്ള പല പാർട്ട്നേഴ്സും അത് വേറെ ചില കോഴ്സസിന് വേണ്ടി, ഞാൻ പേര് പറയുന്നില്ല, വേറെ ചില കോഴ്സസ് കൊണ്ട് പല യൂണിവേഴ്സിറ്റിയിലും അതേ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, അതേ മോഡൽ അവർ എക്സിക്യൂട്ട് ചെയ്തു. ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ മൈൽസ് എഡ്യൂക്കേഷനിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് 2 years I was very specific. ലൈക്ക് നമ്മളങ്ങനെ എല്ലാ കോളേജും എല്ലാ യൂണിവേഴ്സിറ്റിയും കയറി ഇറങ്ങുക എന്നുള്ളതല്ല. വി നീഡ് ടു വർക്ക് ഓൺലി വിത്ത് ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ്. Because it's not only about the growth in numbers, it's also about, how systematically, how sustainable the growth can be and how the progression happens. കാരണം progression എന്ന് പറയുന്നതാണ് ഒരു സർട്ടിഫിക്കേഷൻ്റെ the final, I would say, one of the final അച്ചീവ്മെൻറ്റ്സ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായി ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെൻറ്റ്സ്, ഇതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. എങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗം നടക്കുന്നത് ആ കുട്ടികളത് പ്രോഗ്രസ് ചെയ്യുന്നുള്ളതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റീവായിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സും കോളേജസും ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു തുടങ്ങിയത്.
ആൻഡ് ദർ ഓൾസോ ഡൂയിങ് വെൽ. ആൻഡ് ആ സമയത്താണ് എനിക്ക് IMAയിലോട്ട് തന്നെ IMA ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന മൈൽസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന CPA CMA എന്നുള്ള 2 US കോഴ്സസിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ IMA they were looking at somebody in India. So more than what role, what I'm going to do, one is like I'm passionate about management accounting. Maybe ഒരു 8 കൊല്ലം ആ സമയത്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് കൂടുതൽ നമ്മൾ സംസാരിച്ച് ആൻഡ് ഐ ഹാവ് സീൻ ഹൗ പീപ്പിൾ ഗ്രോൺ ഇൻ ദെയർ കരിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ IMAയിലോട്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. IMAയിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റിലുള്ള എല്ലാവരും വളരെ അപ്രോച്ചബിളാണ്. എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേഷൻസിനേക്കാളും കൂടുതൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരും. ഞാനിപ്പോഴും പറയും അന്ന് ആഫ്റ്റർ ദ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആൻഡ് ഫൈനൽ ഇൻ്റർവ്യൂ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഓഫർ ചെയ്ത് എനിക്ക് ആദ്യത്തെ കോൾ അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്നത് നമ്മുടെ CEO കമ്പനിയുടെ CEO ആയിട്ടാണ്. അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള ടീമിലുണ്ടായിരുന്ന എല്ലാവരാണെങ്കിലും വളരെ അപ്രോച്ചബിൾ, അല്ലെങ്കിൽ ദേ ഗിവ് യു ഫ്രീഡം, ദേ അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ്, ദേ ഗിവ് യു ഫ്രീഡം. ആ ഒരു ഇതിൽ വന്നു. അതെനിക്ക് പറയാം ആ ഒരു അപ്രോച്ച് തന്നെ നമുക്ക് ഒത്തിരി കാലം IMAയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും. ഇപ്പം ഞാൻ അന്ന് IMAയിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2600 കുട്ടികളെ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്റ്റുഡൻസെ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഗ്രോൺ ഓൾമോസ്റ്റ് 15 to 16x now in the 7 years time. I would say maybe one of the professional certification ഇത്രയും പെട്ടെന്ന് ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് ഇന്ത്യയിൽ വരികയും. ഇപ്പോൾ ഞാൻ വരുന്നത് 2 കോഴ്സ് പ്രൊവൈഡേഴ്സാണ് ആകെ ഇന്ത്യയിലുള്ളത്. മൈൽസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലോജിക് എന്ന് പറയുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ കുറേ യൂണിവേഴ്സിറ്റി റിലേഷൻസ്. അവിടെ നിന്ന് നമുക്കതൊരു ചലഞ്ചിങ് ടൈമായിരുന്നു. കാരണം ഒരു പ്രത്യേക മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിന് അതിന് ഞാൻ പറയും അവർക്ക് അതിൻ്റെ ചലഞ്ചുണ്ട്. എങ്കിലും നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഡിമാൻഡും കാര്യങ്ങളും മനസ്സിലാക്കി മാർക്കറ്റ് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് ഇറ്റ്സ് എ സോട്ട് ആഫ്റ്റർ ടൈറ്റിൽ. ലൈക്ക് IMA ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ IMAയുടെ സിൽവർ അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഗോൾഡ് അപ്രൂവ്ഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം അപ്രൂവ്ഡ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാറ്റസ് പെട്ടെന്ന് കിട്ടുന്നതല്ല. യു നീഡ് ടു വർക്ക് ഹാർഡ്, യു നീഡ് ടു ഷോക്കേസ് യുവർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് പാരാമീറ്റേഴ്സ് അച്ചീവ് ചെയ്താൽ മാത്രം കൊടുക്കുന്ന ഒരു ടൈറ്റിലായി അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ 2 ഭാഗം എന്ന് പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് കൂടുതൽ എത്ര കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്യുന്നു, അങ്ങനത്തെ അവർ എത്ര പേര് IMAയിൽ രജിസ്റ്റർ ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എത്ര കുട്ടികൾ പരീക്ഷ എഴുതുന്നു, അതിൽ എത്ര കുട്ടികൾ പാസ്സാവുന്നു. ഞാൻ പറയുകയാണ് ഞാനൊക്കെ IMAയിലോട്ട് ജോയിൻ ചെയ്ത ആ 1, 2, 3 കൊല്ലമൊക്കെ ആദ്യത്തെ കൊല്ലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് വെരി അൺഹാപ്പി ടു സേ ദാറ്റ് പെർട്ടിക്കുലർ ടൈം വി വർ ബിലോ 20%. അതിൽ നിന്ന് ഒത്തിരി ചേഞ്ചാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിന് ഞാൻ പറയും നമ്മുടെ ഇന്ന് ഒരു 30ഓളം കോഴ്സ് പ്രൊവൈഡേഴ്സ്, വെരി ബിഗ് പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ, ദേ റിയലി വർക്ക് ഹാർഡ് ഈ ഒരു ക്വാളിറ്റി കൊണ്ടുവരാനും കുട്ടികളെ പാസ്സാക്കാൻ. ആ ഡെഡിക്കേഷൻ അതിലിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ III അല്ലെങ്കിൽ കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലെങ്തി ക്ലാസ്സസും ക്ലാസ്സസും കൊടുത്ത് കുട്ടികളെ വിവിധ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എല്ലാവരും ടോപ്പ് നോച്ച് കുട്ടികളാണ് അവരെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നേക്കാളും ഒരു ഡിഫറെൻറ്റ് ലെവലിൽ നിന്ന് വരുന്ന കുട്ടികളെ പഠിപ്പിച്ച് CMA പാസ്സാക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ഈസിയായ ജോബാണെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് അത് ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് കാണുമ്പോൾ അതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഈ ഒരു ജേണിയാണ് ഇതിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഇപ്പോൾ ഇതിൽ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് മെയ്ഡ് യു ടു സ്റ്റിക്ക് ഓൺ ടു ദിസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ബോഡി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്നത്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിനെസ് വരുന്നത് നമ്മളിതുപോലെ പലപ്പോഴും പല കുട്ടികളോടും എന്താണ് കോഴ്സിൻ്റെ ബെനിഫിറ്റ് എന്താണ്, എവിടെ എത്താം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞൊരു 5, 6, 7 കൊല്ലം കഴിയുമ്പോൾ അവർ സർട്ടിഫൈഡ് ഹോൾഡേഴ്സായി പല കോർപ്പറേറ്റ്സിൻ്റെയും വിവിധ പൊസിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് വന്നിട്ട് പറയാണ്, സർ ബിക്കോസ് ഓഫ് യു ഐ ആം ഹിയർ റൈറ്റ് നൗ ആൻഡ് ദിസ് ഓവ്സ് ടു യു. ആ പറയുന്നൊരു ഹാപ്പിനെസ് എനിക്ക് തോന്നുന്നു വേറൊരു പ്രൊഫഷന് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എല്ലാ ട്രെയിനേഴ്സിനും എല്ലാ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ബിക്കോസ് ദേ ആർ ദ വൺസ് ഹു ആർ ഹെൽപ്പിംഗ് എം. ഡെഫിനറ്റ്ലി ദ കാൻഡിഡേറ്റ്സ് വർക്ക്ഡ് ഹാർഡ്, ബട്ട്
അവർ പറയുന്ന ആ 2 വാക്ക് നമുക്ക് ഒത്തിരി ഒരു സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു പ്രൊഫഷണൽ ബോഡി അല്ലെങ്കിൽ കോഴ്സസിൻ്റെ ഒരു ഭാഗമാവുന്നത്. പിന്നെ പറഞ്ഞ പോലെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ പറഞ്ഞ കാര്യം ശരിയാണ്. ചെറുതുരുത്തി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് ഒരു പ്രൊഫഷണൽ ബോഡിയുടെ വലിയൊരു റെപ്രസെൻറ്റേഷൻ ആവാൻ പറ്റുക, അല്ലെങ്കിൽ IMA എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡിയുടെ കഴിഞ്ഞ ഒരു 6-7 കൊല്ലത്തെ ബ്രാൻഡ് ആവാൻ പറ്റുക, ബീങ് പാർട്ട് ഓഫ് ദ ബ്രാൻഡ് ആൻഡ് ബി പാർട്ട് ഓഫ് ദ ബ്രാൻഡ്, അങ്ങനെ ആവാൻ പറ്റുക. പലരും എന്നോട് പറയും IMA എന്ന് പറഞ്ഞാൽ ഫെനിൽ സാറിന് അറിയാത്ത ആരുമില്ല, അല്ലെങ്കിൽ ഫെനിൽ സാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും IMA അല്ലെങ്കിൽ CMA അറിയാമെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ബോഡീനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നതിൽ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയും ഞാനല്ല അതൊന്നും ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ എൻ്റെ പാർട്ട്നേഴ്സ്. ഞാൻ പറയും ഐ ഓൾവേസ് സേ ഇറ്റ്സ് മൈ പാർട്ട്നേഴ്സ് ആൻഡ് മൈ പ്രൊവൈഡേഴ്സ്. അവരുടെ ഹാർഡ് വർക്കിൻ്റെ, അവരുടെ ഡെഡിക്കേഷൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് CMA is known as one of the most reputed certification or most sought after certification in India. അതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലോട്ട് അല്ലെങ്കിൽ കൊമേഴ്സ് മേഖലയ്ക്ക് പോകുന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മേ ബി അവർ കണ്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് ഈ ഒരു കഴിഞ്ഞൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് സാറ് പറഞ്ഞ ആ കാര്യത്തിൻ്റെ രജിസ്റ്ററിലുണ്ട് ആ കാര്യം. അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഹൗ ഹാർഡ് അല്ലെങ്കിൽ ഹൗ ഈസി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പൊസിഷനിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നാം ഓക്കെ ഇത് എത്തിയ ശേഷം നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ എന്നുള്ളത്. പക്ഷേ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു ജേണിയാണ്, അല്ലെങ്കിൽ ഒരു എത്രത്തോളം ഹാർഡ് വർക്ക് ഇതിൽ റിക്വയർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും പറയേണ്ടാവുക? CMA എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിൽ കേൾക്കുന്നത് 2 എക്സാമേ ഉള്ളൂ, പെട്ടെന്ന് പാസ്സാവാം അല്ലേ? ഇതാണ് നമ്മൾ പലവർക്കും CMAയിലോട്ട് വരാനുള്ള ഒരു റീസൺ. വൺ ഇസ് the generation is changed. ഇന്നത്തെ ജനറേഷൻ്റെ ഒരു പ്രത്യേകത, they want to get everything in a short span of time. So maybe yes, CMA is one of the best certification, look at that. പക്ഷേ is it easy or difficult എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മനസ്സിലോട്ട് കയറി വരുന്നത് a systematic learning can help you to win. ഞാൻ ഈസി ആണെന്നും പറയുന്നില്ല, ഡിഫിക്കൽട്ട് ആണെന്നും പറയുന്നില്ല. ഈ കോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിൽ നിന്ന് എന്താണ് IMA അല്ലെങ്കിൽ CMA എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരു കാൻഡിഡേറ്റിൽ നിന്ന് കാണുന്ന ലേണിംഗ് ഔട്ട്കം എന്താണ്, അതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ള പല കോഴ്സസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെൻഡ് അനാലിസിസ് എന്താണ്, അല്ലെങ്കിൽ NPV അനാലിസിസ് എന്താണ്, പല അനാലിസിസിനെ പറ്റി പഠിച്ചിരിക്കും. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് പലപ്പോഴും ഇൻഡസ്ട്രിയിൽ ആവശ്യം എന്ന് പറയുന്നത് കുറേയും കൂടിയും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്, അനലിറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. പല കമ്പനീസും പറയുന്നത് ഇന്ന് ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന 10% ആൾക്കാർക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദർ ഇസ് നോ ജോബ്സ്, ഇറ്റ് ഈസ് ബിക്കോസ് ദ എക്സ്പെക്റ്റഡ് ഔട്ട്കം ഫ്രം എ കാൻഡിഡേറ്റ് ഇസ് നോട്ട് മാച്ചിങ് വിത്ത് വാട്ട് ഇസ് ഇൻഡസ്ട്രി എക്സ്പെക്റ്റിംഗ്. അതിലൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ CMAയുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും കാലം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ, ഇന്ന് വരുന്നത് അത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡു യു നോ ഹൗ ടു അപ്ലൈ ദാറ്റ്. അപ്പോൾ നമ്മൾ IMAയിൽ പറയുന്നൊരു ഇതുണ്ട്, CMA സർട്ടിഫിക്കേഷനിൽ പറയുന്നൊരു കാര്യമുണ്ട്, 3 levels ആർ ടെസ്റ്റഡ്. വൺ ഇസ് നോളേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ ആൻഡ് അനാലിസിസ് ആൻഡ് സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പഠനം, അപ്പോൾ കുറേയും കൂടി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് CMA പഠിച്ച് പാസ്സാവാൻ പറ്റും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടുവരുന്നൊരു തമാശ എന്ന് പറയുന്നത്, ചിലപ്പോൾ 12th വരെയും ഗ്രാജുവേഷൻ വരെയൊക്കെ ഹൈ സ്കോറേഴ്സ് they might fail in CMA in first attempt. കാരണം ചിലപ്പോൾ അവർ പഠിച്ചത് മുഴുവൻ റീപ്രൊഡ്യൂസ് ചെയ്തവരായിരിക്കാം, അവർക്ക് നല്ല മാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ CMAയിൽ പലപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് ഓഡ് വൺ ഔട്ട് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരാവും ചിലപ്പോൾ പെട്ടെന്ന് പാസ്സാവുക. അത് കുറേയും കൂടി അവരുടെ ഒരു ഞാൻ പറയും അപ്ലിക്കേഷൻ സെൻസും കൂടുതൽ വരുന്നവർക്ക്, ആ രീതിയിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാനും അത് അവരുടെ അടുത്തൊരു ഗ്രോത്തിലോട്ടുള്ള മൂവ്മെൻറ്റിലോട്ടും കൊണ്ടുവരും. ഇനി ഞാൻ പറയും ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ആൻഡ് ഹാർഡ്, യു നീഡ് ടു ലേൺ ഫ്രം 2 perspectives. വൺ ഇസ് ലേണിംഗ് ഇറ്റ് ഫ്രം you need to earn it perspective. കാരണം നമ്മളൊരു സർട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ യു നീഡ് ടു ഏൺ ഇറ്റ്. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കി ഡീറ്റെയിൽ ആയി പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്.
അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് യു ഓൾസോ നീഡ് ടു പാസ് ദ എക്സാം അല്ലേ. അപ്പോൾ ഈ പഠിക്കുന്നത് മാത്രമല്ല, പഠിക്കുന്നത് എങ്ങനെ എക്സാമിലൂടെ ടെസ്റ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ പലപ്പോഴും വേണ്ടത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഉള്ള ഒരു ചാലഞ്ചസ് വരും. അപ്പോൾ ആ പ്രാക്ടീസ് നമ്മൾ സാധാരണ IMA എല്ലാ പ്രസൻറ്റേഷനും അല്ലെങ്കിൽ CMA കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ്. ദ യൂഷ്വലി ദ സ്ലൈഡ് എൻഡ് വിത്ത് ദാറ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു നീഡ് ടു ലേൺ ഇറ്റ് from earning perspective as well as from the passing perspective. So if you do a systematic learning, it's a great certification to do it. Perfect. എനിക്ക് തോന്നുന്നു CMA USA, why should they do it and how should they pass it എന്നുള്ളത് ഈ ഒരു കേൾക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് വർക്കിംഗ് പ്രൊഫഷണൽ മനസ്സിലാവും. ഇപ്പോൾ 2 കാറ്റഗറീസ് ഒരു എന്താ പറയുക അസ്പയറിങ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഒന്ന് വി ഹാവ് ഗോട്ട് സ്റ്റുഡൻസ്, ഇപ്പോൾ ട്രിപ്പിളയിലാണെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓൾസോ വി ഹാവ് എൻ ഓൺലൈൻ ഈവനിങ് ബാച്ച് വേർ വർക്കിംഗ് പ്രൊഫഷണൽസ് ക്യാൻ കം ആൻഡ് അറ്റൻഡ്. ഈ 2 കാറ്റഗറി നോക്കുന്ന സമയത്ത് ഇവർക്കുള്ളൊരു ജോബിൻ്റെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ചിലപ്പോൾ വരുന്നുണ്ടാവുക അവർക്കൊരു ജോലി കിട്ടാനുള്ള ഒരു പെർസ്പെക്റ്റിലായിരിക്കാം. ഒരു വർക്കിംഗ് പ്രൊഫഷണൽസ് ഉറപ്പായിട്ടും വരുന്നുണ്ടാവുക അവർക്കൊരു കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ 2 കാര്യങ്ങളെയും എങ്ങനെയായിരിക്കും IMA അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു ആസ്പെക്റ്റിൽ? വളരെ നല്ല ചോദ്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ IMAs നോക്കുമ്പോൾ മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നൊരു ചെറിയ വ്യത്യാസം ഇന്ത്യയിലോട്ടുള്ളത്, അത് ഇന്ത്യ മാർക്കറ്റിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഒത്തിരി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു പെർസെൻറ്റേജ്, മോർ ദാൻ 50% മുകളിൽ സ്റ്റുഡൻസ് ദോസ് ഹു ആർ ഡൂയിങ് ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ആ സമയത്താണ് പലപ്പോഴും കുറേ പേര് CMAയിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആസ്പിരേഷൻ എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഇൻ ടു എ സർട്ടിഫിക്കേഷൻ, ക്രിയേറ്റ് ദാറ്റ് ബ്രാൻഡ്, carry that brand, take to the corporate and get into a job. Yes, I agree to that. എന്നാൽ ഒരു പ്രൊഫഷണൽ പലപ്പോഴും CMAയിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ വി സീ യങ്സ്റ്റേഴ്സ് ലൈക്ക് പ്രൊഫഷണൽ സെഗ്മെൻറ്റിൽ കയറി ആദ്യത്തെ ഒരു 3 to 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ അവർക്ക് മനസ്സിലാവുകയാണ് വി വോണ്ട് ടു ചേഞ്ച് ടു എ ഡിഫറെൻറ്റ് ഡൊമൈൻ ഓർ ദേ വോണ്ട് ടു ഏൺ എ സർട്ടിഫിക്കേഷൻ വിച്ച് ഗിവ്സ് ദം എ ബെറ്റർ റെക്കഗ്നിഷൻ ഓർ ബെറ്റർ ഗ്രോത്ത്. ഈ പല കാര്യങ്ങളും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പലപ്പോഴും പ്രൊഫഷണൽസ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ദേ ഓൾസോ നീഡ്, ബിക്കോസ് ഇൻ ദ കോമ്പീറ്റിംഗ് വേൾഡ് യു നീഡ് എ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ അപ്പാർട്ട് ഫ്രം യുവർ സ്കിൽസ് ടു ബ്രാൻഡ് യുവർ സെൽഫ്. സോ അത് തന്നെയാണ് ഒരു പ്രൊഫഷണൽ CMA ജോയിൻ ചെയ്യാൻ എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഇനി എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് IMA സപ്പോർട്ട് ചെയ്യുന്നത്? അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഗ്ലോബലി എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 90-95% ഔട്ട്സൈഡ് ഇന്ത്യ മോസ്റ്റ്ലി വർക്കിംഗ് പ്രൊഫഷണൽസ് ഗെറ്റ് ഇൻ ടു. എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നേരത്തെ തന്നെ പഠിക്കുക, അത് കഴിഞ്ഞ് നേരത്തെ തന്നെ ക്വാളിഫൈഡ് ആവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ ഗ്രോ ചെയ്യുന്നത്. I need to be really proud to say that we are Indians are much head of our preparation. അപ്പോൾ നമ്മൾ IMA ചെയ്യുന്നത്, IMA work with many corporates and wherever we go we talk about what skill management accountants bring to the table. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ഇൻഡസ്ട്രി പോകുമ്പോൾ പലപ്പോഴും കാണുന്ന നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരുന്ന അക്കൗണ്ടിങ് ആണ് അല്ലേ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറേ കൂടി ടാക്സ്, അഷുറൻസ്, കംപ്ലയൻസ് ആ ഒരു ഏരിയയിലോട്ടാണ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സ്ട്രീം തന്നെ ഇറ്റ് ഈസ് മോർ ടുവേർഡ്സ് ഫ്യൂച്ചർ പ്ലാനിങ് ഓർ സപ്പോർട്ടിങ് ഓർഗനൈസേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അല്ലെങ്കിൽ നമ്മൾ പറയും അനലൈസിങ് ദ സിറ്റുവേഷൻ, ക്രിയേറ്റിംഗ് ദ റിപ്പോർട്ട് ആൻഡ് ഹെൽപ്പിംഗ് ദ ഓർഗനൈസേഷൻ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അക്കൗണ്ടൻസിനെ വേണ്ടി വരും. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് മേ ബി എ ലിമിറ്റഡ് റിക്വയർമെൻറ്റ്, ബട്ട് ദെയർ പ്രൊഫൈൽ ഇസ് മച്ച് ഡൈവേഴ്സ്ഡ് ആൻഡ് മോർ ഇൻ ടു വാല്യൂ ക്രിയേഷൻ rather than just valuation. അപ്പോൾ ആ ഒരു ഇതിലോട്ട് നമ്മൾ IMA പല കമ്പനീസിലും നമ്മുടെ ഫിനാൻസ് ടീമിലാണെങ്കിലും HR ടീമിലോട്ടാണെങ്കിലും അവർക്ക് ഒരു CMA എന്താണ് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഡിഫറൻസ്, ഇത് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. ബട്ട് വെൻ ഐ എം സെയിങ് ദിസ് ഞാൻ ഇപ്പോൾ ഞാൻ പറയാം IMAയിലും മൈൽസും ഇത് രണ്ടുമാണ് ഞാൻ CMA കൂടുതലായി പ്രൊമോട്ട് ചെയ്തിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഞാൻ തുടക്കത്തിലൊക്കെ IMA അല്ലെങ്കിൽ CMA എന്ന് കാണുന്നത് തന്നെ വളരെ കുറച്ച് മാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള, അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡിനിലൊക്കെ കയറി കഴിഞ്ഞാൽ യു വോണ്ട് സീ ഈവൻ 1 in 2 to 3 months. Now I'm very happy to say many organizations started preferring CMAs, and those who hired, any organizations who hired CMAs earlier, they are much happy because of the performance of their candidates. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
സോ ഒരു CMA USA സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം CP എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ഈ പറയുന്നൊരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വാട്ട് വുഡ് ദേ ഡു? Oh, okay. That's interesting. Again, why CPE? Continuous Professional Education Requirement. That's a requirement which comes in. Why this continuous professional education is required? അതിന് ഒരു കാര്യം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ IMA തന്നെ പറയും every 4 to 5 years IMA go around the world and ask the employees what kind of skill set you are expecting from your finance CFO team. അപ്പോൾ നമ്മളതിന് പറയും IMA മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോമ്പറ്റൻസി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് സ്കിൽ സെറ്റ്സ് വേണ്ടത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു 4-5 കൊല്ലം കൊണ്ട് ഒത്തിരി സിലബസ് ചേഞ്ച് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ അക്രോസ് ദ വേൾഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 years മുമ്പ് പറയുകയാണെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ AI കുറിച്ച് പറയുന്നു അല്ലേ. സോ ടെക്നോളജി, അനലറ്റിക്സ്, റോബോട്ടിക്സ് ഓൾ എൻറ്റേർഡ് ഇൻ ടു ദ വേൾഡ് ഓഫ് അക്കൗണ്ടിങ്, ഫൈനാൻസ്, എവറിവെയർ. അപ്പോൾ നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ചേഞ്ചസ് വരുന്നത് ഇൻഡസ്ട്രിയിൽ വരുന്നൊരു ചേഞ്ച്. ഞാൻ CMA ക്വാളിഫൈഡ് ആണ്, ഐ ലേൺ വാട്ട് ഇറ്റ് ഈസ് റിക്വയർഡ്. ഒരു 10 years മുമ്പ് CMA പഠിച്ച ഒരാളുടെ സ്കിൽ സെറ്റ് അല്ല ഇന്ന് പലപ്പോഴും ഇൻഡസ്ട്രി ഒരു CMAയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ യു നീഡ് ടു equip yourself with the right skill sets and knowledge which is required in the industry. So CPയുടെ ഉദ്ദേശം തന്നെ ഒരു മെമ്പറിനെ, ഒരു ക്വാളിഫൈഡ് പ്രൊഫഷണലിനെ want to make sure that they are reskilling and upskilling with the changes happening in the industry. അപ്പോൾ അതൊരു റിക്വയർമെൻ്റ് ആയി വെക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അറിയാം, when they are a qualified professional and they are allowed to use the CMA title, which means they are going through certain learnings every year. That makes them more industry relevant. അതുകൊണ്ട് തന്നെയാണ് CPയുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് വരുന്നത്. സെക്കൻഡ് റിക്വയർമെൻറ്റ് ഞാൻ പറയും ഫ്രം എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടെക്നിക്കൽ ആംഗിൾ. പലപ്പോഴും നമ്മൾ വിചാരിക്കും CMA കഴിഞ്ഞ ഉടനെ തന്നെ യു ക്യാൻ സ്റ്റാർട്ട് കോളിങ് യുവർ സെൽഫ് ആസ് CMA. ദാറ്റ്സ് എ റോങ് അപ്രോച്ച്. The reason behind it, once you complete both part exams, you can say that you completed both part exams. You are not a CMA. ഒരു ആൾ CMA ആവണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് അവർ 2 പാർട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, 2 കൊല്ലത്തെ എക്സ്പീരിയൻസും വേണം, എത്തിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ആക്റ്റീവ് മെമ്പർഷിപ്പ്, ഇതെല്ലാം വേണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴാണ് അവർ ഫസ്റ്റ് CMA ആവുന്നത്. CMA ആയി കഴിഞ്ഞ് ആ ടൈറ്റിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ യു നീഡ് ടു ഡു ദ കണ്ടിന്യൂസ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യണം. ആൻഡ് ആ ഫുൾഫിൽ ചെയ്യുന്ന ഒരാൾക്കാണ് ഈ CMA ടൈറ്റിൽ നമ്മൾ റിന്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ if you just want to apply for definitely you carry the skills, you got the knowledge, all agree to that. But when you apply for a different job, sometimes some organization, what they do, they send us a mail saying that we want to verify this candidate is a CMA or not. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ IMA റെക്കോർഡിൽ നോക്കും, if they are not doing continuous education and not upgrading their certification or updating their certification validity, നമ്മൾ പറയും they completed both part exams but they are not an active CMA. Sometimes it's backfire you. So I'm just looking from a technical angle, but in the real purpose is you need to upskill and reskill. ആബ്സല്യൂട്ട്ലി. എനിക്കൊന്ന് ഏതൊരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്വാളിഫിക്കേഷൻ എടുക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് വിൽ ഓൾവേസ് ഹാവ് ടു പോളിഷ് ആ സ്കിൽസ്. അതിപ്പോൾ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് വരുന്ന ചോദ്യമാണ് AI വന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ജോലി പോകുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ആളുടെ ജോലി എത്രത്തോളം ക്രൂഷ്യലാണ് ഈ ഒരു സിറ്റുവേഷൻ ചോദിച്ചാൽ സാർ എന്തായിരിക്കും പറയാം? Lot of changes happens every 5 to 10 years. We have seen lot of changes happening. എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ച സമയത്ത്, ഈവൻ ആഫ്റ്റർ ദാറ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇമെയിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ദർ വാസ് ഓൺലി ഫ്യൂ റിസോഴ്സസ് വിച്ച് ഈസ് ലൈക്ക് യു നീഡ് ടു ഗോ ടു മേ ബി റിലയൻസ് വെബ് വേൾഡ്, അന്ന് എനിക്കറിയപ്പെടുന്ന പറഞ്ഞായിരുന്നു. പിന്നെ സ്മോൾ ഇൻ്റർനെറ്റ് കഫേസ് നെക്സ്റ്റ് യു, അവിടെ പോയി നമ്മൾ പണ്ടൊക്കെ, എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിഞ്ഞിട്ട് നമ്മളൊരു ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് സെർച്ചിങ്, റൊട്ടേറ്റിംഗ്, ആൻഡ് യു ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. അത് കഴിഞ്ഞിട്ടാണ് ഇമെയിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അന്നൊക്കെ നമ്മളോട് പറഞ്ഞു ഇതൊക്കെ ഇനി മാറ്റാൻ പോവുകയാണ്, എല്ലാം മാറി, നമുക്ക് ഒത്തിരി ജോബ്സ് ഇല്ല. അപ്പോൾ ശരിയാണ്, ഇൻ്റർനെറ്റ് കഫേസ് ഒന്നും ആവശ്യമില്ല. മേ ബി വാട്ട് എവർ യു സീൻ earlier now it is not there. Maybe 1 or 2 might still exist,
but it is not much there in the market. എന്ന് വെച്ച് നമുക്ക് ജോബ് നഷ്ടം. യു നീഡ് ടു അപ്പ് സ്കിൽ, യു നീഡ് ടു ചേഞ്ച് യുവർ സെൽഫ് ടു വിച്ച് ഏരിയ യു വാണ്ട് ടു ഫോക്കസ് ഓൺ. ഇന്ന് നമ്മൾ പറയും നമ്മുടെ ഒരു മെയിൽ ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആക്സസ് ചെയ്യാൻ ഇറ്റ്സ് ദെയർ ഇൻ യുവർ മൊബൈൽ ഇൻ 1 ഫിംഗർ ടിപ്പ് അല്ലേ. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ യു ക്യാൻ സീ ആൻഡ് ടോക്ക് ടു പീപ്പിൾ. ആ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഏത് ചേഞ്ച് മാർക്കറ്റിലോട്ട് വരുമ്പോഴും ഒരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ ആ ഡിസ്റപ്ഷൻ്റെ കൂടെ ബീങ് എ ഹ്യൂമൻ ഇൻ്റലക്റ്റ്, we need to upskill and adopt to the technologies which is coming up. So whether ChatGPT, AI, technology, robotics, all comes into the world, you need to adopt to the skills and you need to know how to work with it. Now, earlier days, like I still remember when I went to UK for that 1-year volunteer visa time, which I discussed few times earlier. What happened that particular time, I still remember somebody was asking me to do something in the Word, and the person said, I mean, this is computer, you should be very careful by using it. And it was all about moving a picture from in the Word file from move to one side to the other side. And after doing that, the person asked how you've done it. Sometimes, people think differently about people and our skills. That time people were thinking computer is something great. Yes, I agree. But we were much ahead of that. Now, that has changed, am I right? Computer, laptop, mobile is part of it. Even my own daughter, she's just 2.5. She know how to swipe and move and change all this in the mobile now. Who taught them? It's now become the part of it. The same way, when you look at all these, it's going to create some kind of challenges, but it's also going to create much, much better opportunities. So we need to work. പെർഫെക്റ്റ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രിപ്പിൾ വരുന്ന CMA USA എക്സ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാ വർഷവും ഒരുപാട് പേര് പാസ്സാവാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 400 നമ്പേഴ്സ് ഉണ്ടായിരുന്നൊരു കേരള മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മേ ബി എല്ലാ വർഷവും ഒരു അറൗണ്ട് 5,000 to 6,000 സ്റ്റുഡൻസ് പാസ്സായി വരുന്നുണ്ട്. അപ്പോൾ ഈ പാസ്സാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി കിട്ടും, ഇത് എവിടെ കിട്ടുമെന്നുള്ളൊരു കോമൺ ചോദ്യം നമ്മൾ ചോദിക്കുന്നതാണ്. IMAയുടെ സൈഡിൽ നിന്ന് സാറിൻ്റെ ഒരു ഉത്തരം എന്തായിരിക്കും? ഞാൻ പറയും ശരിയാണ്, ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5,000 എബവ് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ആണ് ഓരോ കൊല്ലവും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പറയും ഒരു 3,000 to 6,000 റേഞ്ചിലാണ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് CMAയിലോട്ട് കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്യുന്നത്. അതിൽ നല്ലൊരു പെർസെൻറ്റേജ് ഗ്ലോബൽ ആവറേജ് ഞാൻ പറയുന്നത് ഇപ്പോൾ 40-45 ആണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഇതിലോട്ട് തന്നെ നമ്മുടെ കുട്ടികൾ പാസ്സായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും കേരളത്തിലെ കുട്ടികൾക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു ചാലഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്, ഞാൻ പലപ്പോഴും ഓപ്പണായിട്ട് കുട്ടികളോട് സംസാരിക്കുന്ന കാര്യം തന്നെയാണത്. കാരണം യു നോ ദ ടോപ്പിക് വെൽ, യു നോ ദ അപ്ലിക്കേഷൻസ് വെൽ, പക്ഷെ നമ്മളെല്ലാവർക്കും മിസ്സാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലേ. അപ്പോൾ പല കമ്പനീസിൻ്റെയും അപ്ലിക്കേഷൻസ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ when they CMAs apply, you see lot of candidates apply. The most people got selected and the most people got rejected also from Kerala. അപ്പോൾ ഞാൻ പറയും 2 സൈഡുണ്ട് എന്ന് പറഞ്ഞ് നന്നായിട്ട് ഓപ്പർച്യൂണിറ്റിയും വരുന്നുണ്ട്, അതുപോലെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കാരണം CMAയുടെ ഒരു ജോബ് പ്രൊഫൈലിൻ്റെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് യു നീഡ് ടു ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കാരണം യുവർ ജോബ്സ് ആർ നോട്ട് in silos. You are not doing just something technical. You need to work with people around. You need to talk to the clients abroad. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ വലിയ ഒരു ഭാഗമാണ്. അപ്പോൾ IMA ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കോഴ്സ് പ്രൊവൈഡേഴ്സ് തന്നെ ദേ ആർ വർക്കിംഗ് ഹാർഡ് വിത്ത് ആൻഡ് കോർപ്പറേറ്റ്സ് ആർ ഗെറ്റിംഗ് കാൻഡിഡേറ്റ്സ് പ്ലേസ്ഡ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് there are opportunities if you are a CMA with a very good communication skills and with the right attitude. The only thing is I would say you need to upskill or ഫൈൻ ട്യൂൺ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ജോബിന് വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ ചാലഞ്ച് ഉള്ളവർക്ക് ജോബിന് ചാലഞ്ചുണ്ട്. ദാറ്റ് ഐ ഓൾസോ അക്സെപ്റ്റ്. That we all need to work together and see that how can we improve that communication skills with the candidates. ആബ്സലൂട്ട്ലി. ഈ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം സാർ, ഇപ്പോൾ സാർ ഓൺ ഗ്ലോബൽ ആവറേജ് ഒരു 40 to 50% എനിക്കൊന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ നമ്മുടെ ഒരു പാസ് ആവറേജ് എന്ന് പറയുന്നത് അറൗണ്ട് വാസ് 65 to 70% ട്രിപ്പിൾ ഐ. ഈ
ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇൻ എ സ്റ്റുഡൻസ് പ്രോഗ്രസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സാർക്ക് ഫ്രം എൻ IMA പെർസ്പെക്റ്റീവ് തോന്നിയിട്ടുള്ളത്? ഞാൻ പറയും, ഇന്ന് ഇന്ത്യയിൽ CMA പഠിച്ചു വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു 80-90% ഇന്ന് ഇന്ത്യയിൽ CMA ചെയ്യുന്നവർ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊവൈഡറിൻ്റെ കൂടെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 20% താഴെ ഉണ്ടായിരുന്ന ഒരു പെർസെൻറ്റേജ് വളരെ നന്നായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഞാൻ പറയും, അല്ലെങ്കിൽ ഒരു റീസൺ പറയുന്നത് നമ്മുടെ കോഴ്സ് പ്രൊവൈഡേഴ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയും ഞങ്ങളുടെ അപ്രൂവൽ പ്രോഗ്രാം അതിൻ്റെ ഒരു നെടുന്തൂണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടറായി മാറുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അപ്രൂവൽ പ്രോഗ്രാം കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വരുന്ന ഒരു ചാലഞ്ചാണ്, മറ്റുള്ള സർട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കൊടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് IMA കൊടുക്കുന്നില്ല? അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണ്, ഇപ്പോൾ വരുന്നൊരു ഗ്രോത്ത് ചിലപ്പോൾ സ്ലോ ഫേസ് ആയിരിക്കാം. പക്ഷേ ഇൻ എ ലോങ്ങർ റൺ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ കുട്ടികൾ പാസ്സാവുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ പറയും കോഴ്സ് പ്രൊവൈഡേഴ്സ് ആർ ബേയിങ് എ ബിഗ് റോൾ, ആൻഡ് അവരുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമാണ് ഇന്ന് പല നല്ലൊരു പാസ് പെർസെൻറ്റേജ് കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഞാൻ പറയും, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിൽ ആ കൊടുക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഡെഡിക്കേറ്റഡ് ലേണിംഗ് പീരീഡ്, ടീച്ചിങ് പീരീഡ്, റിവിഷൻ പീരീഡ്, മേക്ക് ഷുവർ ദർ ഇസ് നോ വേ യു ക്യാൻ ഫെയിൽ ഇൻ ദ എക്സാം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്നു. ആൻഡ് ഞാൻ പറയും, ഇന്ന് ഇന്ത്യയിൽ പാസ് പെർസെൻറ്റേജ് ഗെയിൻ ചെയ്ത് വരുന്നതിൻ്റെ ഒരു വലിയൊരു കാരണം മറ്റുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കേരള മാർക്കറ്റ് അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ്. അപ്പോൾ നമ്മളെല്ലാവരും പോകുന്നതൊരു റൈറ്റ് പാത്തിലാണ് നമുക്ക് ഉറപ്പാക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് കിട്ടിയൊരു ക്വസ്റ്റ്യനാണ്. ഒരു CMA USA ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് IMAയിൽ ജോലി കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ IMA എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡിയിൽ ഒരു CMA കഴിഞ്ഞ ഒരാളുടെ ആവശ്യകത എവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദേ ഗെറ്റ് ഇൻ ടു ഫൈനാൻസ് സ്ട്രാറ്റജി, അല്ലേ? അപ്പോൾ ഈ റോളുകൾ പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ കൂടുതലുള്ളത് ദ സ്ട്രാറ്റജി പാർട്ട് ഡെഫിനറ്റ്ലി, ബട്ട് ഇറ്റ്സ് മോർ ഫ്രം എ ബിസിനസ് പെർസ്പെക്റ്റീവ്, ഹൗ ടു ഗ്രോ ദ ഓർഗനൈസേഷൻ, എൻഷുർ ദാറ്റ്, ആ ഒരു ഭാഗമാണ്. അപ്പോൾ CMA കഴിഞ്ഞവർ വിത്ത് ആ ബിസിനസ് സ്കില്ലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് ലോട്ട്. നമ്മുടെ സൗദി അറേബ്യൻ ഈജിപ്ത് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഈസ് എ CMA പ്ലസ് ഇൻ ടു ബിസിനസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങനെ പേരെ അറിയാം. നമ്മുടെ ഈവൻ IMAയുടെ ഉള്ളിൽ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഫൈനാൻസ് ഡിവിഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഈവൻ സം ഓഫ് ദം വെർ ഇൻ ബിസിനസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ CMA കഴിഞ്ഞവരെ ഉൾക്കൊള്ളേണ്ട ജോബ് പ്രൊഫൈൽസ് ആർ ലിമിറ്റഡ്, ഐ വുഡ് സേ ഇൻ ദാറ്റ് വേ. ആസ് എൻ ഓർഗനൈസേഷൻ, ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോട്ട് ലൈക്ക് ബിഗ് ഓർഗനൈസേഷൻ വിത്ത് 5,000-6,000 എംപ്ലോയീസ്. അങ്ങനെയല്ല IMA വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്. Primarily it happened in US, not in other parts, and very rarely in other locations. So ഞാൻ പറയും, IMAയിലോട്ട് ജോയിൻ ചെയ്യാന്നതിനേക്കാൾ കൂടുതൽ യു ഗെറ്റ് എ മച്ച് ബെറ്റർ, ബിക്കോസ് വി ആർ ഹെൽപ്പിംഗ് യു ടു ക്രിയേറ്റ് എ ബെറ്റർ ഓർ ഗെറ്റ് എ ബെറ്റർ ജോബ് ഓർ ബെറ്റർ ജോബ് ഔട്ട്സൈഡ്. അപ്പോൾ ഞാൻ പറയും, യു ഹാവ് ടു എക്സ്പ്ലോർ ഇൻ ദാറ്റ് ഏരിയ, ലൈക്ക് എസ്പെഷ്യലി ഇൻ ദ ഫൈനാൻസ് ഏരിയ, ബിസിനസ് ഏരിയ, വെർ യു ക്യാൻ കോൺട്രിബ്യൂട്ട് യുവർ ഫൈനാൻസ് നോളേജ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ ഇൻ ഗ്രോയിങ്. സോ എല്ലാവരും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു CMA ആണോ? പലർക്കുള്ളൊരു ഡൗട്ടാണ്, ഐ എം എ CMA ക്വാളിഫൈഡ്. നോ, ഐ എം നോട്ട് എ CMA ക്വാളിഫൈഡ്, ബട്ട് ഐ എം എ മെമ്പർ ഓഫ് IMA. ബട്ട് on the same time, I'm a deep fan of management accounting. So I've seen how management accounting makes difference in the people. So I usually talk about it. If I am a CMA, I would look at my CFO or CEO profile with IMA. അപ്പോൾ ഭാവിയിൽ മേ ബി അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ, നമുക്ക് ആലോചിക്കാം. Wish for that. ഓക്കെ സാർ, ഇപ്പോൾ ഒരു CMA USA പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാർക്കറിയാം, ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആയിട്ട് അവർ പല ആൾക്കാർ വർക്ക് ചെയ്യുന്ന സാധനമുണ്ട്. ഇപ്പോൾ സാറുടെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ അങ്ങനെ ആൾക്കാർ ചൂസ് ചെയ്യാത്തൊരു ഓപ്ഷനാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സെയിൽസ്. ഒരു കറക്റ്റായിട്ടുള്ള സെയിൽസ് പ്രൊഫഷണൽ, കറക്റ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആൾക്കാരെ നമ്മളൊരു 10 വേക്കൻസി നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ മേ ബി നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ 20 പേരായിരിക്കാം. പക്ഷേ പ്രഷർ ഉണ്ടോ അല്ലെങ്കിൽ ടാർഗറ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് പലപ്പോഴും ആൾക്കാർ പിന്തിരിയാറാണ് പതിവ്. ആ ഒരു പോയിന്റിൽ ഒരു സെയിൽസ് പ്രൊഫഷണലിന് ഒരു ടോപ്പ് 3 ക്വാളിറ്റീസ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് 3 ക്വാളിറ്റീസ് ആയിരിക്കും സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക? വെരി ഗുഡ്. വൺ ഇസ് കൺസിസ്റ്റൻസി. ഓക്കെ.
listening skills, and understanding their requirement and giving you a right product. The product might be same, but how you describe that product to the customer makes a lot of difference. അപ്പോൾ എൻ്റെ ഒരു അതിൽ ഇതാണ് മൂന്നെണ്ണമാണ് പറഞ്ഞ ആ ചോദ്യം വളരെ ശരിയാണ്. കാരണം പലപ്പോഴും എന്നോട് പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രി പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ദേ കം ആൻഡ് ആസ്ക് മീ, ഫെനിൽ ക്യാൻ യു റെഫർ സമ്മൺ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഫെനിലിനെ പോലെ ഒരാളെ കിട്ടുമോ അല്ലെങ്കിൽ ഫെനിലിൻ്റെ റെഫറൻസിലൂടെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. ഞാൻ പറയും ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നോ വൺ വാണ്ട് ടു വർക്ക് ഇൻ പ്രഷർ ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് പീപ്പിൾ ആർ ഷിഫ്റ്റിംഗ് ജോബ്സ് മച്ച് ഫ്രീക്വൻറ്റ്. അപ്പം ഇങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ പല ഓർഗനൈസേഷനും ഒരു സെയിൽസ് പേഴ്സണെ എടുക്കുമ്പോൾ അതൊരു ചാലഞ്ചിങ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ചാലഞ്ചിങ് പോയിൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഐ വുഡ് സേ യെസ്, it's like to get a right salesperson or business development person is always a challenge. But if you are finding someone, you need to ensure that to motivate that person and keep that person in the system to help your organization to grow to the next level. So you need to figure it out how you can support them in that way. സർ, ഇപ്പോൾ ട്രിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവറി ഇയർ വി ഹാവ് അറൗണ്ട് ഒരു 500+ സ്റ്റുഡൻസ് ഹു ആർ പെർസ്യൂയിങ് CMA USA. അപ്പോൾ ഒരു ഈ ഒരു കാര്യം ചെയ്തതിനാൽ ഇറ്റ് വുഡ് ബി റിയലി ബെറ്റർ ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു സജഷൻ സാർക്ക് ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? So first of all, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ all Kerala course providers are doing, almost everyone is doing really well. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ബ്ലഡിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. ലൈക്ക് എനിക്ക് പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ പറയും, സാർ ഞങ്ങൾ കുട്ടികളെ എടുക്കുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കുന്നത് അവരെ പഠിപ്പിച്ച് പാസ്സാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരെ ജോലിക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മൈൻഡ് സെറ്റ് ഇൻ എവറി എൻട്രപ്രണർ, അതാണ് ഫസ്റ്റ് ഇറ്റ് ഈസ് മേക്കിംഗ് എ ഡിഫറൻസ്. സോ എപ്പോഴും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ലോങ് ടേം സക്സസ് എന്ന് പറയും. യു മൈറ്റ് സീ ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് ആൻഡ് ഗോയിങ്. ലൈക്ക് ഞാൻ പറയും കേരള മാർക്കറ്റിൽ ഞങ്ങൾ പറയുക മഷ്റൂമിങ് സ്റ്റേറ്റ് എന്നാണ് പറയുക. കാരണം എവറി 2 weeks അറ്റ്ലീസ്റ്റ് വിൽ ഗെറ്റ് 1 call യു വാണ്ട് ടു ബിക്കം എൻ അപ്രൂവ്ഡ് പ്രൊവൈഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ലോങ് ടേം ഇതിൽ നോക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലോങ് ടേം യു നീഡ് ടു ഹാവ് എ ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം. അപ്പോൾ ലോങ് ടേം ക്രെഡിബിലിറ്റി ആൻഡ് എൻഹാൻസ്മെൻറ്റ് ഓഫ് യുവർ ബ്രാൻഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഒരു കാൻഡിഡേറ്റിനെ എങ്ങനെ കോഴ്സിലൂടെ കടന്നുവിട്ട് അവരെ എങ്ങനെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് നോക്കുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് definitely we need to look at our P&L, we need to look at the number of candidates joining. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും എങ്ങനെ നമുക്ക് ഇവരെ പ്രോഗ്രസ് ചെയ്ത് അവരെ ക്വാളിഫൈഡ് ആക്കാം, ഈ ഒരു ഫോക്കസിലൂടെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ you will grow to every year into a next level. And there are a lot of examples, including you are doing really great in the market, especially like, I remember you first as a III, as a SSA institute or CA institute. Now I'm very happy to say you're also CMA training provider, so that's doing well. And continue your journey the same way how you're doing it, all these commitments. Never lose this commitment, do this well, and I'm sure you will be growing to the next level. താങ്ക് യു. CMA USA റാങ്ക് സിസ്റ്റം ഉണ്ടല്ലോ, ആൻഡ് ഈ റാങ്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും അവരുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ? മറ്റുള്ള പല കോഴ്സസിനെ പോലെ നമുക്കൊരു റാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ പല കോഴ്സസിലും നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേറ്റ് ടോപ്പർ അല്ലെങ്കിൽ കൺട്രി ടോപ്പർ, വേൾഡ് ടോപ്പർ. ഓരോ എക്സാമിനും വേൾഡ് ടോപ്പറും എക്സാം ടോപ്പറും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. well and good. You need to recognize people, recognize candidates. IMA വരുന്നത് അങ്ങനെയല്ല. IMAയുടെ ഒരു സിസ്റ്റത്തിൽ പറയുന്നത് നമുക്കൊരു ഗോൾഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഗോൾഡ് അവാർഡ് വിന്നർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഗോൾഡ് അല്ല, ഗോൾഡ് അവാർഡ് വിന്നർ. ഓക്കെ. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ എക്സാം വിൻഡോയിൽ ഇപ്പോൾ നമുക്ക് 3 വിൻഡോ ആണുള്ളത്: ജാനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ. ഈ ഒരേ വിൻഡോയിൽ തന്നെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒരുമിച്ച് എഴുതുകയും ഗ്ലോബലി ഏറ്റവും ടോപ്പ് സ്കോറർ ആവുന്നവർക്ക് കിട്ടുന്നതാണ് ഈ ഗോൾഡ് അവാർഡ് മെമ്പർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗോൾഡ് അവാർഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. എനിക്ക്
22 ശേഷം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 22 ശേഷം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരാളുടെ 2024 നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഐ വാണ്ട് ദോസ് ഹു ആർ ഡൂയിങ് പ്രിറ്റി ഗുഡ് വെൽ പ്രിപ്പറേഷൻസ് റൈറ്റ് ബോത്ത് എക്സാംസ് in the same window and score the highest. അപ്പോൾ അത് ഒരു it's an achievement. Definitely it is an achievement. And IMA നടത്തുന്ന ആ സ്കോർ എന്നുള്ള കൺസെപ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ when they score highest, which means how much they know the topic well when in depth. So that makes a person to hold that title. And every exam window, those who write both part and score the highest across the world gets that. But on the same time, I've seen many candidates across India almost reaching very close to that, or even individual exam wise they also score sometimes beyond that. But as a requirement, this is both part you need to write in same exam window and get the highest score. Perfect. നമ്മളിപ്പോൾ വിജയിക്കുന്ന ആൾക്കാരുടെ കഥ പറഞ്ഞ പോലെ തന്നെ CMA USA ഉറപ്പായിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഈ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുന്ന നിർബന്ധമില്ല. ഫെയിലായി പോകുന്ന കുട്ടികളുണ്ടാവാം. സാറിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈ ഫെയിലായി പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊരു ടിപ്പായിരിക്കും സാർക്ക് സ്റ്റുഡൻസിന് കൊടുക്കാനുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെൽ, ആൻഡ് ലേൺ ഫ്രം എൻ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് കൺസെപ്റ്റ്. ഡോണ്ട് ബൈ ഹാർട്ട് ഇറ്റ്. Because CMA is not a certification to be by-hearted. You need to know the concepts well, and you need to know how to apply that in the real situation. So your learning pattern should be in that format. Systematic learning, get guidance, systematic learning, and practice question papers the question banks. That will help you to pass exams much faster. That is one side of it. And second thing, whenever we talk about professional exams, failing is not a failure. It's an opportunity for the next stepping stone. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നോടൊരു 2 കൊല്ലം മുമ്പ് ഒരു കാൻഡിഡേറ്റ് വിളിക്കാൻ, ആൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. വിളിക്കുന്ന സമയത്തൊക്കെ, സാർ ഞാൻ എക്സാമിന് പോയി, ഒരു പാർട്ട് പാസ്സായിട്ടുണ്ട്, രണ്ടാമത്തെ പാർട്ട് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറ്. അത് കഴിഞ്ഞ ആൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ ആൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ പാർട്ട് 1 കൂടിയും പാസ്സായി. അപ്പോൾ ഞാൻ പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം, I don't want people to repeat it, but he said part 1 exam ആൾ 6 times ആണ് ആൾ ഫെയിൽ ആയത്. അത് കഴിഞ്ഞാണ് 7th ടൈമിൽ ആൾ പാസ്സായത്. ബട്ട് ഐ റിയലി അപ്രീഷിയേറ്റ് ഹിസ് കൺസിസ്റ്റൻറ്റ് അപ്രോച്ച്, എൻഷുറിങ് ദാറ്റ് ഹി ഗോട്ട് ഇറ്റ്. പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു വേറൊരു പോസിറ്റീവ് സൈഡ് ആൾ പറഞ്ഞത്, ഇത്രയും പ്രാവശ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ആൾ ആ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തപ്പോൾ ബാക്കിയുള്ളവരൊക്കെ L4, L3, L4 ജോയിൻ ചെയ്യുമ്പോൾ ഹി വാസ് ഏബിൾ ടു പ്ലേസ് ഹിംസെൽഫ് അറ്റ് L7, which is higher level, help them to do a better job, because he's saying, I know everything about it now. So your learning helps. If failure helped him to take things better. My advice is not to fail, but failure is always take it as a stepping stone. I believe that's where everywhere. Whenever you fail, that is where you start thinking about where I went wrong. That helps you to really structure your process of your next success, and that is the next leap altogether. So failure is not a failure. Failure is a stepping stone to the next growth. Perfect. So ഒരു ഫൈനലായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ജൂൺ അറ്റംപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈവനിങ് ബാച്ചസിലെ അഡ്മിഷൻസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയതായിട്ട് CMA USA ജോയിൻ ചെയ്യാൻ വരുന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് സാറ് പറയുന്ന ഒരു സജഷൻ എന്തായിരിക്കും? Before joining, understand the program well. Don't take the program just because of 2 exams. It's easy to pass. No, that should not be your reason for getting in. First analyze where you want to be in the next 5 to 10 years' time. Or what you want to do in your life when it comes to your career, and where you want to end up. Analyze all these and then figure out what could help you to reach there. CMA definitely is one of the great certification. But somebody says that, no, I am not interested in this area, but I want to get into someone, but I just want a certification to ensure. Yes or no? But on the other side of it,
try to figure out whether your interest, your passion, where you want to be aligned with the skill set which you're going to learn with CMA. And do you want to really learn CMA from an interesting perspective? It's a subject which you can learn by applying. എനിക്ക് പലപ്പോഴും ഒത്തിരി വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് വന്ന് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, CMA സംതിങ് വിച്ച് യു ക്യാൻ എൻജോയ് ആൻഡ് ലേൺ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ വരുന്ന പല കാര്യങ്ങളും അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് പെട്ടെന്ന് CMAസിന് കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്. പലപ്പോഴും ഞാൻ പ്രത്യേകിച്ച് കേരള മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ലോട്ട് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഡൂയിങ് CMA ആർ ഓൾസോ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഇൻ ദ stock market because you know how to analyze the stock. So people take differently, like, certification. So look at what you want to do and whether the certification the learning outcome match with your requirement. That's something which I would maybe like to say. Okay. Sir, ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ നമ്മൾ ട്രിപ്പിളിൽ പറയാറുണ്ട്, CMA USA ശരിക്കും നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നുള്ളത് ചിന്തിക്കേണ്ട. യു ക്യാൻ ഓൾസോ ഡു ഇറ്റ് അലോങ് വിത്ത് ദ ഡിഗ്രി. സോ വാട്ട് ഈസ് യുവർ കമൻറ്റ് ഓൺ ദിസ്? ആസ് എ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് CMA പലപ്പോഴും എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുറത്താണെങ്കിൽ കൂടുതൽ ഗ്രാജുവേഷന് കഴിഞ്ഞ ശേഷം തന്നെയാണ് കുട്ടികൾ CMAക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പറയും, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ വെൻ ദേ ഗെറ്റിംഗ് ഇൻ ടു CMA വിത്ത് ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി ദിയർ എക്സ്പോഷർ ഇസ് മച്ച് ബെറ്റർ. സോ ദേ ക്യാൻ ക്ലിയർ CMA ഇൻ മച്ച് ഫാസ്റ്റർ വേ. ഇന്ത്യയിൽ നമുക്ക് കണ്ടുവരുന്നത്, അതെനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. We want to learn first. We need to acquire all these learnings first and then we want to move around. അല്ലേ? അപ്പോൾ ഇന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറിൻ്റെ കൂടെ തന്നെ CMA പ്രോഗ്രാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി യൂണിവേഴ്സിറ്റീസും കോളേജസും ഇന്ന് ഇന്ത്യയിൽ തന്നെയുണ്ട്. ആൻഡ് ഐ തിങ്ക് India is a role model for many part of the world, because I think this model is only there in India. In other way, I could say the integrated program with CMA, with universities and colleges, where a batch of students prepare for their CMA program. ആ ഒരു മോഡൽ ഇന്ന് ഞാൻ ആദ്യം CIMAയിലായിരുന്നപ്പോൾ CIMA എന്ന് പറയുന്ന ഇതിൻ്റെ കൂടെയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ മൈൽസിലോട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തപ്പോൾ ആ സമയത്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല യൂണിവേഴ്സിറ്റിയിലോട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 50+ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ന് അത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. Now, what I am looking at, it is not about integration. I want to see the progression, because it's not about many people joining. So I am looking at more focus towards that area, whether or how can we help a university or college to ensure their students are all preparing, all going for writing exams. Pass percentage, it depends on students to students, but at least I want to see at least 80 to 85% of candidates who enroll with these colleges are ensuring they are writing exams. Appo it's possible. You can actually do it along with your graduation as well. As a requirement, you need to complete both part exam and then 2 years of relevant experience when it comes to student fraternity. A professional ആണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ their experience prior after while doing the certification will be counted. അപ്പോൾ ഡിഗ്രിയുടെ കൂടെയും മാസ്റ്റേഴ്സിൻ്റെ കൂടെയും ഇന്ന് എനിക്ക് തോന്നുന്നൊരു 60+ മേലെ പെർസെൻറ്റേജ് ഇന്ന് കുട്ടികൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഒരു ഗ്രാജുവേഷൻ്റെയോ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കൂടെ തന്നെയാണ് CMA ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എസ്പെഷ്യലി ഇൻ ഇന്ത്യ. Outside India is altogether different. It might be 90-95% working professionals joining for that. Okay, അപ്പോൾ and we need to be proud of that, you know. അപ്പോൾ എനിക്ക് തോന്നുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു +2 കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നവ ഒരു ഡിഗ്രി പോയി നോക്കാം, ഒരു മിനിമം ഗ്യാരണ്ടി അല്ല എന്നുള്ളതാണ്. സോ മേ ബി ഒരു ഡിഗ്രി മാത്രം എന്നുള്ളതല്ല, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയും കൂടെ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ വൈ നോട്ട് ഡു ദാറ്റ് എന്നുള്ളത്. ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ലൈക്ക് നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പലപ്പോഴും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എൻ്റെ BCom കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ പഠിക്കുന്ന ബുക്സ് കാണുമ്പോൾ എനിക്ക് കാണുന്ന വലിയൊരു സന്തോഷമുള്ള കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കുട്ടികൾ എപ്പോഴും BComൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ഒത്തിരി ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് എക്യുപ്ഡ് ഓർ വി ആർ നോട്ട് അപ്ഡേറ്റഡ്. അവർ യൂണിവേഴ്സിറ്റി സിസ്റ്റംസ് ആർ നോട്ട് അപ്ഡേറ്റഡ് ടു ദ റിക്വയർമെൻറ്റ്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല യൂണിവേഴ്സിറ്റീസും കോളേജസും പ്രൊഫഷണൽ പ്രോഗ്രാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് കാരണം. ബിക്കോസ് യു നീഡ് ടു മേക്ക് എ ഡിഫറൻസ്. ഐ എം നോട്ട് ബ്ലെയിമിങ് എനി യൂണിവേഴ്സിറ്റി ഫോർ ദാറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇൻഡസ്ട്രിയുടെ സ്പീഡിലോട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റീസിന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, വെദർ ദേ ആർ കേപ്പബിൾ, വെദർ ദേ ഹാവ് ഇനഫ് പവർ ടു ഡു ദാറ്റ് എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ അതേസമയം ഇതുപോലെയുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്ത് ഈ കുട്ടികൾക്ക് ആ നോളജ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ we should actually try to do that. പെർഫെക്റ്റ്. ഇപ്പോൾ CMA USA എക്സാം കംപ്ലീറ്റ് ചെയ്താലും കുട്ടികൾ 2 വർഷത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് IMAയുടെ സർട്ടിഫിക്കേഷൻ കിട്ടുക. ഈ പറയുന്ന വർക്ക് എക്സ്പീരിയൻസ് ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് വേണ്ടി വരിക? ഓക്കെ, സോ ഞാൻ പറയും, ഏതൊരു CMA ജോയിൻ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡൗൺലോഡ് ചെയ്യേണ്ട 3 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. വൺ ഇസ് CMA ഹാൻഡ് ബുക്ക്, 2 കണ്ടൻറ്റ് സ്പെസിഫിക് ഔട്ട്ലൈൻ, ലേണിംഗ് ഔട്ട്കം സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 ഡോക്യുമെൻറ്റ് IMAയുടെ വെബ്സൈറ്റിലുണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു ഡൗൺലോഡ് ഇറ്റ്. This will give you clarity on all these questions or points which we are discussing, including which area. So ideally, from your question perspective, a candidate who got experience in accounting and finance field and continuous experience, that experience will be counted. Whereas you can work in any industry, any sector, or any kind of organization, that experience will be counted. So it's not about whether you worked as a finance analyst or whether you worked as a finance manager or account manager. It's all about what you have done in that profile. You need to give an explanation on that. That is what IMA is looking forward from that. So first of all, Sharin and III, I really want to thank you for, I think I'm doing this kind of discussion or interaction first time. Even though I talk about my, if somebody asks me about how is your journey, definitely I talk about it. But most of my, so far the discussions got recorded. It's always specific about IMA, CMA and all that. But this was a different journey which helped me really to think through what happened in the last few years. And while I am celebrating my 7th year with IMA in this month, I think this is a opportunity for me to go through it and what all went through, what I need to do next, where I want to grow myself. One is IMA as a growth, how I can help IMA to grow to the next level, how CMA can grow across. And we also introduced 2 new certifications, which is FMAA, Financial and Managerial Accounting Associate, which is ideally meant for young people who are getting into that, maybe 11th, 12th, or even first year graduation for that matter, or finance for non-finance. That's one certification. Again, another one is CSCA, Corporate Strategy and Competitive Analysis, ideally meant for those who worked for few years, but on the same time, those who are from non-accounting finance background, again, want to get into this field, or those who are with professional certification, want to fine-tune their strategy and, competitive analysis skills. These are the other certifications. So one is help IMA to grow, work with corporates. We also work with corporates. We recently launched something called IMA Corporate Membership, which also help organization to help their employees to upskill with IMA courses. So that's one side, want to help IMA to grow to the next level. On the same time, I'm also looking at all these. Yes, I was able to support IMA's growth. What next? Like, how can I take things personally in my growth into the next level? So start thinking more strategic, thinking wider, broader. I think this discussion helped me to that level. So thank you once again, III, for that great opportunity. And it's also our privilege, sir. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഒരു കോളാണ് ഞാൻ ചെയ്തത് ഫെനിൽ സാർ സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കേൾക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു സ്റ്റുഡൻറ്റ്, മേ ബി അത് പാലക്കാട്ടിൽ ചെറുതുരുത്തി എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ആൾക്ക് ഇത് കേട്ട ശേഷം ഒരു വലിയൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ ഒരു വലിയ പദവിയിലേക്ക് നിങ്ങൾക്കും എത്താൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഈ ഒരു ഇൻ്റർവ്യൂ അവർക്ക് കൊടുക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ റീസൺ വൈ വി ഹാഡ് യു ഓൺ ദിസ് ഷോ. Thank you. I always say that, coming from a small village, Cheruduruthi, or small school, not even exposed to the metro culture, if I was able to go to this level, I'm sure, just think
what level you can reach. There are a lot, and with the right attitude, right steps, hard work. I believe in hard work and smart work, both is required. Maybe I'm more a hard worker than smart worker, but I'll say that both these skills, with the communication skills, I'm sure sky is your limit. Anyone who's getting into certifications help you to broaden your skill set and arena of work. With the communication skills, you can fly to a different world altogether. Thank you. Thank you so much. Thank you very much.